ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? അപ്പം ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാലേ, എന്താണ് പ്രാർത്ഥന? നിങ്ങൾക്ക് പ്രാർത്ഥന എന്താണെന്ന് അറിയാമോ? എന്തിനെക്കുറിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്? എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ആരെക്കുറിച്ച് പ്രാർത്ഥിക്കണം? നമ്മുടെ ജീവിതത്തിനെക്കുറിച്ചാണോ? നമ്മളെക്കുറിച്ചാണോ? മക്കളെക്കുറിച്ചാണ്? എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്താണെന്ന് ഒരു ഏകദേശ ധാരണ എന്ന് വെച്ചാൽ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മളുടെ സങ്കടങ്ങൾ സംസാരിക്കുക, നമ്മുടെ ആഗ്രഹങ്ങൾ പറയുക, അല്ലെങ്കിൽ നമുക്ക് ഇന്നത് വേണം, എന്ത് വേണം, ഇതൊക്കെ പറയുന്ന ഒരു നമ്മൾ ദൈവത്തോട് ആവശ്യപ്പെടുന്ന ഓരോ കാര്യങ്ങളാണ് പ്രാർത്ഥന. അങ്ങനെയല്ലേ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചിന്തയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം കേട്ടോ. എനിക്ക് എന്താണ് പ്രാർത്ഥന എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളോടിപ്പോൾ സംസാരിക്കുന്നത് പോലും എനിക്ക് പ്രാർത്ഥനയാണ്. കാര്യം നമ്മൾക്ക് ചുറ്റും ഒരു എനർജി വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചുറ്റും ഒരു എനർജി ഉണ്ട്. ആ ഒരു എനർജി എന്ന് പറയുന്നത് 2 ടൈപ്പ് എനർജി ഉണ്ട്. ഒരു പോസിറ്റീവ് വൈബുണ്ട്, ഒരു നെഗറ്റീവ് വൈബുണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം പോസിറ്റീവ് എനർജീനോടാണ് അല്ലേ? അപ്പോൾ ഈ ഒരു പോസിറ്റീവ് എനർജി, ദൈവം, ഗോഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രത്യേക ഒരു ശക്തിയോടാണ് നമ്മൾ സംസാരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കരയുന്നതും അപേക്ഷിക്കുന്നതും അല്ലേ? അപ്പോൾ ഇങ്ങനെ അലമുറയിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം നടക്കും എന്ന്, അല്ലെങ്കിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കുമെന്ന്, അല്ലെങ്കിൽ നിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് നമുക്കൊരു ചിന്തയുണ്ട്. ചെറുപ്പം മുതലേ നമ്മളോട് നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറഞ്ഞു വെച്ച കാര്യമാണ്. കരഞ്ഞ് പ്രാർത്ഥിക്കുക, മനസ്സുരുകി പ്രാർത്ഥിക്കുക, വിഷമത്തോടെ പ്രാർത്ഥിക്കുക അല്ലേ? ഞാൻ വലുതായി വന്ന് ഇപ്പോൾ ഇത്രയും വർഷങ്ങളായില്ലേ ജീവിക്കാൻ തുടങ്ങിയിട്ട്, എനിക്ക് തോന്നിയ കാര്യം, നമ്മൾ ഒരാളോട് സംസാരിക്കുന്നത് പോലും പ്രാർത്ഥനയാണ്. നമ്മൾ ഒരാളോട് ദേഷ്യപ്പെടുന്നത് പോലും പ്രാർത്ഥനയാണ്. നമ്മൾ ഒരാളോട് നമ്മുടെ സങ്കടം പറയുന്നത് പ്രാർത്ഥനയാണ്. ജീവനുള്ള വ്യക്തികളോടല്ല നമ്മൾ സംസാരിക്കുന്നത്, മരിച്ച വ്യക്തികളോടല്ലല്ലോ. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മളുടെ എതിരെ നിൽക്കുന്ന ആൾ തരുന്ന ഒരു വൈബില്ലേ, റിയാക്ഷൻ ഉണ്ടല്ലോ, ആ റിയാക്ഷൻ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും പിന്നീടുള്ള നമ്മുടെ മണിക്കൂറുകളും സമയങ്ങളൊക്കെ അല്ലേ? നമ്മൾ ഒരാളോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, സങ്കടമായിക്കോട്ടെ സന്തോഷമായിരിക്കട്ടെ, ആ വ്യക്തി നമ്മളോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ആ റിയാക്ഷനെ ബേസ് ചെയ്തായിരിക്കും പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ. ആൾ വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സംസാരിച്ചാൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണല്ലേ. അത് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അപ്പത്തിന് ഡൗൺ ആവും. എന്നാലും എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചല്ലോ, എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് എന്നാണ് എൻ്റെ ഒരു ചിന്തകളും കാഴ്ചപ്പാടും. ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ ഏത് വ്യക്തിയോട് പറയുന്നുവോ ആ വ്യക്തി നമുക്ക് തരുന്ന ഒരു വൈബുണ്ടല്ലോ, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, അത് ബേസ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. ഏറ്റവും നല്ലത്, സന്തോഷമായാലും സങ്കടമായാലും ഷെയർ ചെയ്യുന്ന വ്യക്തികളെ ചൂസ് ചെയ്യുക. അവർ നല്ല വ്യക്തികളാണോ, നല്ലവരാണോ, നമുക്ക് അവരുമായിട്ട് യോജിച്ച് പോകാൻ പറ്റുമോ, അവർ നമ്മളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് വിലയിരുത്തുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് നമ്മൾ അവരോട് സംസാരിക്കുക. അപ്പോൾ നമുക്ക് അതെല്ലാം ഒരു നല്ല ഒരു ചിന്തയിലാണെങ്കിലും നല്ലൊരു വൈബായിട്ട് നമുക്ക് കിട്ടും. എല്ലാം എല്ലാവരോടും തുറന്നു പറയാൻ നിൽക്കരുത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം, അറിയാമോ? എല്ലാവരോടും തുറന്നു പറയരുത്. സന്തോഷമായാലും ശരി, സങ്കടമായാലും ശരി, നമ്മുടെ പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ ആരോടും പറയാൻ നിൽക്കരുത്. ഈ കേൾക്കുന്ന വ്യക്തികൾ നമ്മുടെ വെൽവിഷറാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ നമുക്കറിയില്ല. നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണെന്നൊക്കെ നമുക്ക് തോന്നും, അഥവാ തോന്നിപ്പിക്കും. പക്ഷേ അല്ല, അത് പോകെ പോകെ നമുക്ക് മനസ്സിലാവും. ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മുടെ മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യം, നമ്മളീ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു പ്രാർത്ഥനയാണ്.
പ്രാർത്ഥനാ മനോഭാവത്തോടു കൂടി നമ്മൾ സംസാരിച്ച് നോക്കി, നമുക്ക് ഒരു നെഗറ്റീവും ഒന്നും നമ്മളെ ഏൽക്കൂല. ശരിക്കും നമ്മൾ ഒരാളോട് അഡ്വൈസ് ചെയ്താലും, ഒരാളോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്താലും, നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞാലും, നമ്മുടെ പോസിറ്റീവ് പറഞ്ഞാലും, നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞാലും, കേൾക്കുന്ന ആ വ്യക്തി നമ്മൾ ആരോട് പറയുന്നുവോ ആ വ്യക്തി നമുക്ക് തരുന്ന അവർ തരുന്ന വൈബ് എന്തായിക്കോട്ടെ, പക്ഷെ നമ്മൾ ചിന്തിക്കുന്നതാണ്, നമ്മൾ ദൈവത്തോടാണ് സംസാരിക്കുന്നത്, എൻ്റെ ദൈവം എല്ലാം നോക്കിക്കോളും എന്നുള്ള ഒരു തിങ്കിങ് നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാലല്ലേ നമുക്കെല്ലാം പോസിറ്റീവായിട്ട് തോന്നും. അതൊന്നും നമുക്ക് ഏൽക്കൂല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ. ഇപ്പം നമ്മൾ സംസാരിക്കില്ലേ, എനിക്കൊരു സ്വഭാവമുണ്ട്, വെറുതെ തനിയെ സംസാരിക്കും. നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കും, അത് വാക്കുകളായിട്ട് പുറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് വട്ടായിട്ടൊന്നല്ല, നമ്മുടെ ഹൃദയത്തിൽ നിന്നും അത് തനിയെ വരുന്നതാണ് ആ കാര്യങ്ങളെല്ലാം. നമ്മളത് പറയുമ്പോൾ നമ്മുടെ മുമ്പിലൊരു വ്യക്തിയുണ്ട്, ആ വ്യക്തി ദൈവമാണ്, അല്ലെങ്കിൽ നമുക്ക് എല്ലാം നേടിത്തരുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് എന്ന് സങ്കല്പിച്ചിട്ട് നമ്മൾ പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിനോടാണ് പറയുന്നതാണ്. ചിന്തിച്ച് നോക്കി, ഭയങ്കര സന്തോഷമായിരിക്കും നമുക്ക്. ഞാൻ എൻ്റെ ദൈവത്തോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദൈവം എനിക്കെല്ലാം നേടിത്തരും. തന്നു കഴിഞ്ഞ് നമ്മുടെ പപ്പേനോടും നമ്മുടെ അമ്മേനോടൊക്കെ സംസാരിക്കുന്ന പോലെ നമുക്ക് നമുക്ക് മേടിച്ച് തരും എന്ന് ഉറപ്പുള്ള കാര്യങ്ങളല്ലേ നമ്മൾ അമ്മേനോടും അപ്പച്ചനോടൊക്കെ പറയണത് അല്ലേ. അപ്പോൾ നമുക്കത് കിട്ടും എന്ന് നമുക്കറിയാം. എനിക്കത് മേടിച്ച് തരൂ ചെറുപ്പത്തിലൊക്കെ പറയുമ്പോൾ അവരത് മേടിച്ച് സാധിപ്പിക്കും. നമുക്ക് അത് മേടിച്ച് തരാൻ അവർ പരമാവധി ശ്രമിക്കില്ലേ. അപ്പോൾ ദൈവം നമുക്ക് എത്രമാത്രം നമുക്ക് ചെയ്യും, നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം നമുക്ക് തരും എന്നുള്ളത് പ്രാർത്ഥനയാണ്. ഞാൻ ഈ പറയുന്നതും പ്രാർത്ഥനയാണ്. ഞാൻ ചിരിക്കുമ്പോൾ എൻ്റെ ദൈവത്തെ നോക്കിയാണ് ഞാൻ ചിരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ദൈവത്തിനോടാണ്. എൻ്റെ ചുറ്റുമുള്ള ആ ഒരു പോസിറ്റീവ് എനർജിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. ആ എനർജിയാണ് എനിക്കെല്ലാം തരുന്നത്. സങ്കടമായാലും ദുഃഖമായാലും സന്തോഷമായാലും ഏത് സാഹചര്യത്തിലും ചിരിക്കാൻ ശ്രമിക്കുക, ചിരിച്ചുകൊണ്ട് നേരിടുക. അതിനേലും വലിയൊരു എനർജി നമുക്ക് വേറെ എന്താ വേണ്ടത്? ഏത് സാഹചര്യം പോസിറ്റീവായിട്ട് ചിന്തിക്കുക, എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നെഗറ്റീവ് വേണ്ട, ഒരു നെഗറ്റീവ് നമുക്ക് വേണ്ട. 100 പേര് നെഗറ്റീവ് പറഞ്ഞാലും നമുക്ക് വേണ്ടെന്നേ, നമുക്ക് നെഗറ്റീവ് എടുക്കണ്ടെന്നേ. നമ്മൾ എന്തിനാണ് നെഗറ്റീവ് എടുക്കുന്നേ? നമുക്ക് നെഗറ്റീവ് വേണ്ട, എല്ലാം പോസിറ്റീവ്, എല്ലാം നന്നായിട്ട് സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെ ചിന്തിച്ചേ, അത് തന്നെയാണ് പ്രാർത്ഥന. കേട്ടോ.